നവജാത ശിശുക്കളെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവിൻ്റെയും യുവതിയുടെയും കാര്യമൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാകും. അതിൽ ഈ നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേതാണെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2 വീടിന്റെ പരിസരങ്ങളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൾ ശാസ്ത്രീയ പരിശോധന നടത്തി പ്രതികളെ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കും പോലീസ് വിധേയമാക്കി. അനീഷയും ഭാവിനും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. നടരാജ് പരശുരാം തുടരുന്നുണ്ട്. നടരാജ്, വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. ഒരു ദിവസം പുലർച്ചെ പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഈ ഭവിൻ. എന്നിട്ട് കയ്യിൽ അസ്ഥിയടക്കമാണ് എത്തിയത്. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയെന്നുള്ള കുറ്റം സമ്മതിക്കുന്നു. വലിയ ഞെട്ടലോടുകൂടെ കേട്ട വാർത്തയാണ്. എന്തായാലും പോലീസ് അതിന്റെ ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കൂടെ കടന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അവരുടെ മൊഴിയെ സാധൂകരിക്കുന്നത് തന്നെയാണല്ലേ? നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകമാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പറയാം. 2 കുഞ്ഞുങ്ങളെ, നവജാത ശിശുക്കളെയാണ് രക്ഷിതാക്കൾ തന്നെ കൊന്നത്. ആ ഞെട്ടൽ ഇനിയും പുതുക്കാടും പരിസര പ്രദേശത്തുള്ളവർക്കും മാത്രമല്ല കേരളത്തിലുള്ളവർക്കാകെ, കേരളത്തിലെ സമൂഹത്തിന്റെ മനസാക്ഷിക്കാകെ ഞെട്ടലായി തുടരുകയാണ്. കേസിൽ ശാസ്ത്രീയ പരിശോധനകളാണ് കഴിഞ്ഞ ഒരാഴ്ച നടന്നത്. കഴിഞ്ഞ ആഴ്ച ഈ കുട്ടികളുടേതെന്ന് പറയപ്പെടുന്ന അസ്ഥി ശേഖരിച്ചതിന് ശേഷം ദീർഘനാളായി ആ അസ്ഥികളുടെ പോസ്റ്റ്മോർട്ടം ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു. അതിന്റെ പരിശോധനയാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നതിൽ പ്രധാന കണ്ടെത്തൽ നേരത്തെ ഭവിനും അനീഷയും മൊഴി നൽകിയതുപോലെ ഈ അസ്ഥി ആ കുട്ടികളുടേത് തന്നെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് ഇവരുടെ തന്നെയാണ് കുഞ്ഞുങ്ങൾ എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു DNA പരിശോധനയും ഇക്കാര്യത്തിൽ നടത്തും. എന്തായാലും കുഞ്ഞുങ്ങളുടെ അസ്ഥി തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവരുടെ കുഞ്ഞുങ്ങളുടെ അസ്ഥി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധനയ്ക്കും സാമ്പിളുകൾ പോയിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം ഇനിയും എത്തിയിട്ടില്ല. എന്തായാലും കേസിൽ ഇതെല്ലാം തന്നെ വളരെ സുപ്രധാനമായ ഒരു തെളിവായിട്ടാണ് തൃശ്ശൂർ റൂറൽ പോലീസും പുതുക്കാട് പോലീസും ഇതിനെ കാണുന്നത്. നേരത്തെ ഭവിനും അനീഷയും വെളിപ്പെടുത്തിയതുപോലെ തങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ 2021-ലും 2025-ലുമായി തങ്ങൾക്ക് ജനിച്ച 2 ആൺകുഞ്ഞുങ്ങളെയും ആദ്യം ഇവർ പറഞ്ഞിരുന്നത് മരിച്ചതിനെ തുടർന്ന് സംസ്കരിച്ചു എന്നാണെങ്കിൽ പിന്നീട് കൊല ചെയ്തതാണെന്ന് വ്യക്തമാവുകയായിരുന്നു. കേസിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരുവരെയും ചോദ്യം ചെയ്യുന്നതും തുടരുകയാണ്. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്.